കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു കുളമാണിത്. വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം. ആ വെള്ളത്തിലിങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ ഇങ്ങനെ കുളം ഇങ്ങനെ കിടക്കുവാണ്. കുളത്തിൻ്റെ ഒരു സൈഡിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ തോന്നുമെങ്കിലും ഇവിടെ അതൊക്കെ വിലക്കിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്കിവിടെ നിന്ന് ഈ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടെ കുറേ സമയം ചിലവഴിക്കാവുന്നതാണ്. കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ചിലവഴിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അപ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഒരു കാഴ്ച കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന ആ കോൺക്രീറ്റ് വഴിയൊക്കെ. അപ്പോൾ അത്രയും താഴത്തു നിന്നാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ആ കയറി വന്ന വഴിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയൽ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഏരിയൽ വ്യൂവിൽ നമുക്ക് ഇവിടുന്ന് ഈ ഉറവപ്പാറയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചയും, അല്ലെങ്കിൽ ഇവിടെയാണ് ഭീമൻ കാല് ചവിട്ടിയപ്പോൾ ഉണ്ടായ കുളമെന്ന് പറയുന്ന ഈ കുളവും ആ കുളത്തിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിക്കാവുന്നതാണ്. ഐതിഹ്യങ്ങളിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ഭീമൻ്റെ ഒരു കാല് പതിഞ്ഞൊരു സ്ഥലം.